ഹായ് കൂട്ടരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. ഞാനിപ്പം ഈ ഒരു ഡ്രസ്സ് കണ്ടോ, എല്ലാം ഓൺലൈനിൽ നിന്ന് എടുത്താണ്. പക്ഷെ ഇത് സ്ലീവ്ലെസ് ആണ്, സ്ട്രാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഔട്ട് സൈഡ് പോകുമ്പോൾ നമുക്കത് കുറച്ച് ഡിസ്കംഫർട്ട് ആയിരിക്കും. സ്ട്രാപ്പ് മാത്രമായിട്ടുള്ളത് ഇട്ടിട്ട് പോകാൻ പല പല കാരണങ്ങളും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പക്ഷെ നമുക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒന്ന് രണ്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കും. ഒന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഇന്നർ അതേപോലെ എന്തെങ്കിലും ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ടോപ്പ് ഇടാം. ഒന്നെങ്കിൽ ഔട്ട് സൈഡ് ഇക്കടെ അല്ലെങ്കിൽ ഇൻസൈഡ്. ആ ഒരു രീതിയിൽ നമ്മൾ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സിനെ നമ്മൾ ഉപേക്ഷിക്കാതെ നമ്മൾ അങ്ങനെ മേടിക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫോണിന്റെ ഒക്കെ പോഞ്ചോ എന്ന് പറയുന്ന അങ്ങനത്തെ ടോപ്പുകൾ കിട്ടും. അങ്ങനത്തെ ഒരു 3-4 നമ്മൾ മേടിച്ച് വെച്ചേക്കുവാണെങ്കിൽ എന്തെങ്കിലും റെഡോ ബ്ലാക്ക് എസ്പെഷ്യലി ഏത് ഡ്രസ്സിന്റെ മുകളിൽ നമുക്ക് അങ്ങനെ ഇടാം. അങ്ങനെ ഒരു ഷിഫോണിന്റെ ഒരു പോഞ്ചോ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇത്രയും ഒരു നേക്കഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയ പെട്ടെന്ന് വിസിബിൾ ആവാത്ത വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് കൊണ്ടുവരും. എല്ലാവർക്കും ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് ഇട്ടുകൊണ്ട് പോകാൻ അത്ര കംഫർട്ട് ആയിരിക്കില്ല. എന്നെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണ്. എനിക്ക് ഔട്ട് സൈഡ് പോകുമ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ടാണ് അങ്ങനത്തെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ നൂഡായിട്ടുള്ള ടോപ്പുകൾ ഇട്ടുകൊണ്ട് പോകാൻ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ആ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതിന് ഇതുപോലെ കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന വിധത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, അതിന് നമുക്ക് ഈ പറഞ്ഞ ഷിഫോണിന്റെ പോഞ്ചോ ഇട്ടിട്ട് നമുക്ക് കൂളായിട്ട് നമുക്ക് പുറത്തു പോകാം. അപ്പൊ ഞാനതൊന്ന് ഇട്ട് കാണിക്കാം. ആദ്യം ഞാൻ പോഞ്ചോ ഇടാതെയും അല്ലാതെയും ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% കോട്ടന്റെ ആണ്. പിന്നെ താഴേക്ക് ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. നല്ല പിന്നെ ഒരു വൈബ്രന്റ് കളറുമാണ് അല്ലെ, നല്ല ഭംഗിയുള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളറ്. പ്ലസ് ഇത് കോട്ടൺ ആയതുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല സുഖമാണ്. ആ ഒരു ഡീമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇങ്ങനെ എന്താ പറയാ, സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ ഇന്നർ അല്ലെങ്കിൽ ഒരു ഷർട്ട് ഇടണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഷിഫോണിന്റെ എന്തെങ്കിലും ഒരു പോഞ്ചോ മേടിച്ചിട്ട് നമ്മൾ ഇടേണ്ടി വരും. ആ ഒരു രീതിയിൽ ഇതിനിപ്പം പോഞ്ചോ അല്ല ചേരുക, ഒന്നെങ്കിൽ ഒരു ഷർട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഇന്നർ ആണ് ചേരുക. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ഡ്രസ്സ് നോക്കാം. നമുക്ക് പോഞ്ചോ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഞാൻ ഈ ഡ്രസ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് വൈഡ് നെക്കാണ്, കുറച്ചൊരു എക്സ്പോസ് ടൈപ്പാണ്, ഫിറ്റ് ആൻഡ് ഫ്ലെയർ ടൈപ്പ്. ആ ഒരു ഫ്ലേവറിലുള്ള ഡ്രസ്സാണ്. നമുക്ക് നല്ല ഭംഗി തോന്നുന്ന ഡ്രസ്സാണ് അങ്ങനെ ഫിറ്റ് ആൻഡ് ഫ്ലെയർ ടൈപ്പ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ കുറച്ച് എക്സ്പോസ് ആയതുകൊണ്ട് നമുക്ക് പുറമേ പോകുമ്പോൾ കുറച്ചൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു ഷ്രഗ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് പക്ഷെ കുറച്ച് വൈഡ് നെക്ക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷ്രഗ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത ഒരു ഓപ്ഷൻ എന്നുള്ളത് ഇതുപോലെയുള്ള ഷിഫോണിന്റെ ഈ തരത്തിലുള്ള പോഞ്ചോസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ്, ഇതിന് വേണ്ടിയിട്ടല്ല, പൊതുവേ ഞാൻ 3-4 കളറുകൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. റെഡും അതുപോലെ ബ്ലാക്കും അങ്ങനത്തെ കുറച്ച് കളറുകൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു കുറച്ച് എന്താ സ്ട്രാപ്പ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു എക്സ്പോസ് ആവുന്ന ടൈപ്പ് ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഇപ്പം സ്ലീവ്ലെസ് ഉള്ള ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു ഷിഫോണിന്റെ പോഞ്ചോസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിനെ വേണ്ടിയിട്ട് റെഡും ബ്ലാക്കും മാറി ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഈ ഡ്രസ്സിന്റെ ഓവറോൾ ലുക്ക്. ഫിറ്റ് ആൻഡ് ഫ്ലെയർ ആ ഒരു ടൈപ്പിലുള്ള ഒരു ഫ്രോക്ക് ആണിത്. നെറ്റ് ടൈപ്പ്, ഇവിടെ നെറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഫിറ്റ് ആൻഡ് ഫ്ലെയർ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ ബോഡി ഷേപ്പ് തോന്നുകയും ചെയ്യും. ഒരു തരം ബോഡി കോൺ ഡ്രസ്സും കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ല ഭംഗി തോന്നുകയും ചെയ്ത് ഇട്ടാല് അതാണ് നമ്മൾ ഇത്തരം ഡ്രസ്സുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പം പക്ഷേ കുറച്ച് ഈ ഒരു രീതിയിൽ തന്നെ ഇട്ടുകൊണ്ട് പോകാൻ കംഫർട്ട് ആയിട്ടുള്ളവർക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. ഇല്ല, നമുക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ആണ്. നമുക്കിപ്പോ ഇങ്ങനെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ വീഡിയോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ നോക്കാത്തതുകൊണ്ട് നമുക്ക് ഡിസ്കംഫർട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ പുറമേ പോകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്കംഫർട്ട് എന്തായാലും ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു പോഞ്ചോയോ ഒരു ഷ്രക്കോ ഒക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കോൺഫിഡൻസോടുകൂടി നമുക്ക് നടക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് പുറമേ പോകുമ്പോൾ ഇത്ര എക്സ്പോസ് ആയിട്ട് എനിക്ക് ഇടാനേ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇത്തരത്തിലുള്ള പോഞ്ചോസ് യൂസ് ചെയ്യും. അപ്പൊ ഞാൻ ഇതിന് ആദ്യം ബ്ലാക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം, പിന്നെ റെഡ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഏതാണ് ചേരുന്നതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഇതാണ് ഈ ഷിഫോണിന്റെ പോഞ്ചോ എന്ന് പറയുന്ന സാധനം. ഇതുപോലെ ഒന്നെങ്കിൽ കൊളുത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതുപോലെ മുത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നേരെ കഴുത്തേലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് കൊളുത്ത് ഇടുക അല്ലെങ്കിൽ ബട്ടൺ ഇടുക, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, അതിട്ടിപ്പം നമുക്ക് ആ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഫീലിങ്സ് അങ്ങ് മാറി നല്ല കംഫർട്ടായിട്ട് നമുക്ക് നടക്കുകയും ചെയ്യാം. ഇല്ലേ, നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറി എന്നാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് നടക്കുകയും ചെയ്യാം. ഇതിന്റെ 2-3 ടൈപ്പ് മേടിച്ചിട്ടുണ്ട്. 1-2 ബ്ലാക്കും കൂടി മേടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് തോന്നും. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുപോലെ ഇത് ഏത് ഡ്രസ്സിനും ഉപകരിക്കുകയും ചെയ്യുമല്ലോ. ഇപ്പം ബ്ലാക്ക് ഒക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സിന് ഇതിന്റെ പല ലെന്ത് ഉള്ളതുകൊണ്ട്
ഇനി ഇപ്പൊ ഞാൻ ഇതിന് പകരം റെഡ് ഇട്ട് കാണിച്ചുതരാം. അതിന് ശേഷം ഇതിന്റെ ലെന്ത് ഉള്ള ടൈപ്പും കൂടി കാണിച്ചുതരാം. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ കുറച്ച് എക്സ്പോസ് ആവുന്ന ഡ്രസ്സുകൾക്ക് ഈ പോഞ്ചോ മേടിച്ച് വെക്കുന്ന വളരെ ഉപകാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളവർ മേടിച്ചോളൂ. ഇനി ഞാൻ റെഡ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അടുത്തതായി ഈ റെഡ് ആണ് മേടിച്ചിരിക്കുന്നത്. ഞാൻ ഇതിന്റെ പിങ്ക് മേടിച്ചു, റെഡ് മേടിച്ചു, ബ്ലാക്കിൽ തന്നെ 3 ടൈപ്പ് മേടിച്ചു, അങ്ങനെ ബ്ലൂ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏത് ഡ്രസ്സിന് ഇങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടാൻ പാകത്തിന് ഇത് കൊടുത്തേക്കുന്നത്. നേരത്തെ മുത്താണ്. ഇനി ഇത് ഇട്ട് കാണിച്ചു തരാം. ഈ ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടെ ഈ റെഡ് ഈ പോഞ്ചോ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല കംഫർട്ടാണ്, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കൂടെ ഒരു റെഡ് ഷൂവും കൂടി ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ അല്ലെ. എന്തായാലും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഓർഡർ തന്നെ വരും. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇനി ഇതിന്റെ പിങ്ക് ബ്ലൂ ഒക്കെ ഉണ്ട്. ഓരോരോ ഡ്രസ്സിന് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു റോസ് ഡ്രസ്സ് ഇട്ടിട്ട് ഫ്രോക്ക് ഉണ്ട് എന്റെ അടുത്ത്. അതിന് ഈ പറഞ്ഞ പോലെ പോഞ്ചോ ഇടാതെ രക്ഷയില്ലാത്ത ഒരു ഡ്രസ്സാണ്. ഞാനത് ഇട്ടിട്ട് കാണിച്ചു തരാം. അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട്, വളരെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഒരു രീതിയിൽ മേടിച്ചിട്ട് ലെന്ത് ഉള്ള ഫ്രോക്ക് ആണ് കേട്ടോ. പക്ഷെ ഇതിന് ഈ പറഞ്ഞ പോലെ കുറച്ച് വൈഡ് നെക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര എക്സ്പോസ് ആവുന്ന രീതിയിലേക്ക് നമുക്ക് പുറമെ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെയുള്ള പോഞ്ചോ പിങ്ക് കളറും ബ്ലാക്കും ഒക്കെ മേടിച്ചു തുടങ്ങിയത്. അപ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രോസ് ടോപ്പുകൾ നമുക്ക് ഇത്തരം ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പോസ് ആവാത്ത രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ രണ്ടും ഇട്ട് കാണിച്ചു തരാം. ക്രോസ് ടോപ്പ് ഇട്ട് കാണിച്ചു തരാം, ഇങ്ങനത്തെ പോഞ്ചോ ഇട്ട് കാണിച്ചു തരാം. ഏതാണ് ഓക്കെ ആവുന്നതെന്ന്, കൂടുതൽ സൂട്ട് ആവുന്നതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. 미쳐버려 you baby 한번 바라봐 you're my one and only yeah I'm a fight yeah yeah 기다려도 그래서 미쳐버려 you baby 한번 바라봐 you're my one and only mine I'm a fight make you mine mine you make me feel that you are my level this ഈ ബ്ലാക്ക് പോഞ്ചോ ഇട്ട് കാണിക്കാം ആദ്യം. keep going എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ. പക്ഷെ കുറച്ചൊരു എക്സ്പോസ് ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ട് പുറമേയൊക്കെ പോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇരുന്ന് ഷൂ ഒക്കെ കെട്ടേണ്ട ഒരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ ഒരു ഷ്രക്ക്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പോഞ്ചോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്രോസ് ടോപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് മാത്രമേ ഇത് നമുക്ക് പുറത്തെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതിനും ഈ പറഞ്ഞ പോലെ പിങ്കും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലാക്കും ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ക്രോസ് ടോപ്പും ഇട്ട് കാണിച്ചു തരാം. ഏതാണ് ഏറ്റവും സൂട്ട് ആവുന്നതെന്ന് നിങ്ങൾ പറയൂ. ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇതുപോലെയുള്ള വീഡിയോ എടുക്കുമ്പോൾ എന്റെ മനസ്സ് പുറകിലേക്ക് പോകും കേട്ടോ. അതായത് എന്റെ ഏറ്റവും നല്ല പ്രായം 15 മുതൽ 17 വയസ്സ് വരെയുള്ള ആ ഒരു കാലത്ത് ടീനേജിൽ ഞാൻ ഏറ്റവും നല്ലൊരു കോളേജിൽ തന്നെയാണ്, വയനാട്ടിൽ ഏറ്റവും നല്ല കോളേജിൽ തന്നെയാണ് പഠിച്ചത് കേട്ടോ, സെന്റ് മേരീസ് കോളേജ് ബത്തേരി. പക്ഷെ അന്ന് നമുക്ക് ഒരുപാട് സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ കൊതി എന്ന് പറയുന്നത് ജീൻസിന്റെ മിഡിയും ടോപ്പും ഇടുക കോളേജിൽ പോകുമ്പോൾ എന്നുള്ളതായിരുന്നു കേട്ടോ. അത് അന്നൊന്നും നടന്നിട്ടില്ല കേട്ടോ. കൂട്ടുകാരികളുടെ ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട്, എന്നാലും എനിക്കത് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. പിന്നെ ആ കൊതി എല്ലാം മാറ്റിയത് നമ്മൾ തന്നെ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് പിന്നെ നമുക്ക് തന്നെ സാമ്പത്തികമൊക്കെ ആയി ഒക്കെ എന്ത് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ മേടിക്കാൻ നമ്മൾ തന്നെ സമ്പാദിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ആക്ച്വലി ഞാനിപ്പം ഏറ്റവും കൂടുതൽ എന്റെ ആ പണ്ടത്തെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ കൊതി മാറ്റുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. ഞാൻ അതിന്റെ കൂട്ടുകാരികളോടൊക്കെ എപ്പോഴും പറയും കേട്ടോ, എത്ര കൊതിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊരു നല്ല ഡ്രസ്സിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും അന്ന് നടന്നില്ല. പക്ഷെ ഓക്കെ, ഇപ്പൊ നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് ഏത് ഇഷ്ടമുള്ള ഡ്രസ്സ്, എന്ത് ഡ്രസ്സ് വേണേ ഇടാം, അല്ലെങ്കിൽ എന്ത് വേണേ മേടിക്കാം, ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചു. അതിന് ഒരുപാട് നന്ദിയുണ്ട്, നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും തന്നെ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സുകൾ കൂടുതലായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതൊക്കെ അന്നത്തെ ആ കൊതിയൊക്കെയാണ് കേട്ടോ. ഈ പ്രായത്തിലെങ്കിലും അല്ലേ നമുക്ക് ഇട്ട് തീർക്കാൻ പറ്റുള്ളൂ ആ കൊതിയൊക്കെ. ഇനി മുടിയൊക്കെ മുഴുവൻ നരച്ച് കുറേയും കൂടി ഒരു അമ്മൂമ്മ പ്രായമാകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റും ലൈക്കും ഒക്കെ വേണം കേട്ടോ, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ആശുപത്രി ഇപ്പൊ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാനും അമൃതയും കൂടിയാണ് പുറത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള ഷോപ്പുകളിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ കയറി നല്ല നല്ല ഫുഡുകളൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിക്കാൻ വേണ്ടി പലപ്പോഴും ഷോപ്പുകളിൽ കയറാറുണ്ട്. അപ്പൊ ഞാൻ അവൾക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ ശരി, ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് വരൂ. ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്, ഡ്രസ്സുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, ഹെൽത്ത് പ്രൊഡക്റ്റുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം മേടിച്ചിട്ട് പോകാം. കിച്ചൺ പ്രൊഡക്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരി, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ. ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം പറയണം കേട്ടോ. ഡ്രസ്സുകൾ ഏത് ഡ്രസ്സാണ് എനിക്ക് ചേരുന്നത്, അല്ലെങ്കിൽ ഇത്തരം പോഞ്ചോ ഉപയോഗിക്കുന്നത് നമുക്ക് യൂസ്ഫുൾ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഓപ്ഷനാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു കുറച്ച് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുകൾക്ക് പകരം അതിന് ഇതായിട്ട് നിങ്ങൾ എന്ത് ഇതാണ് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടണം കേട്ടോ.
ഇത് ഞങ്ങൾ ഒരിക്കൽ കയറി ഇപ്പൊ അവിടുത്തെ പൊതിച്ചോറ് മേടിച്ചു നോക്കിയതാണ്. പക്ഷെ അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മളൊരു വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഒരു പൊതിച്ചോറിന്റെ അല്ലെ പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പൊതിച്ചോറ് കെട്ടി തന്നു വിടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് ഫീൽ ചെയ്തില്ല കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആക്ച്വലി അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരി കൂട്ടുകാരെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ. The things you think about determine the quality of your mind.